US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അദ്ദേഹത്തിന്റെ ജീവനിൽ കൊതിയുണ്ട്. ഇറാന്റെ ഭീഷണിയോ അങ്കാറയിൽ നിന്ന് അദ്ദേഹം മടങ്ങിയിരിക്കുന്നത് പഴയ എൻഫോഴ്സ്മെന്റ് 1-ലാണ്. ഖത്തർ സമ്മാനിച്ച പുതിയ വിമാനം ഉപേക്ഷിച്ചുകൊണ്ട് പഴയ വിമാനത്തിൽ യാത്ര തുടരുകയാണ് ചെയ്തത്. പിന്നാലെ തന്നെ വിമാനമാറ്റത്തെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ സജീവമാവുകയാണ്. തുർക്കിയുടെ തലസ്ഥാനമായ അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം മടങ്ങവെയാണ് ഖത്തർ സമ്മാനിച്ച നവീകരിച്ച ബോയിംഗ് 747-8 വിമാനം ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ ട്രംപിന്റെ സ്വന്തം വിമാനത്തിൽ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ ആ ഒരു ഉച്ചകോടിയുടെ വേദിയിലേക്ക് എത്തിയത് ഈ വിമാനത്തിലാണ്. ഇറാന്റെ ഭാഗത്ത് നിന്നും ട്രംപിന് നേരെ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും ഇറാന്റെ കൈപ്പിടിയിൽ ഒതുക്കാമെന്ന്, അല്ലെങ്കിൽ ഇറാൻ ട്രംപിനെ ഇല്ലാതാക്കുന്ന ഭയമാണ് ട്രംപിനെ ഇതിന് പ്രേരിപ്പിച്ചിരിക്കുന്നതെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. എന്നാൽ മറ്റൊരു ഭാഗത്തു നിന്നും ഖത്തർ സമ്മാനിച്ച വിമാനത്തിന് വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ല എന്ന കിംവദന്തിയും കേൾക്കുന്നുണ്ട്. ഇതോടുകൂടി തന്നെ ഖത്തറിന്റെ സമ്മാനത്തെ ട്രംപ് അപ്പാടെ തന്നെ നിരസിച്ചതാണോ എന്നും ചോദ്യങ്ങൾ ഉയരുകയാണ്. അതേസമയം അമേരിക്ക ഇറാൻ സംഘർഷം മൂർച്ഛിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ US രഹസ്യാന്വേഷണ ഏജൻസിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ട്രംപിന്റെ വിമാനമാറ്റമെന്നും ഇവിടെ ഒരു മാധ്യമം ദ ന്യൂയോർക്ക് ടൈംസ് എന്ന മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്, അതായത് ഇറാനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് തുർക്കി. ആയതിനാൽ തന്നെ ട്രംപിനെ ഇല്ലാതാക്കാൻ തുർക്കിക്ക് സാധിക്കുമെന്ന ഒരു നഗ്നമായ സത്യം കൂടിയാണ് പുറത്തു വരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയുടെ പശ്ചാത്തലത്തിലല്ല ട്രംപിന്റെ വിമാനമാറ്റമെന്നും മുൻകരുതലിന്റെ ഭാഗമായാണ് ഈ ഒരു മാറ്റമെന്നതാണ് പറയുന്നത്. അങ്കാറയിൽ നിന്ന് പഴയ എൻഫോഴ്സ്മെന്റ് 1 വിമാനത്തിൽ ബ്രിട്ടനിലെത്തിയ ട്രംപ് പുതിയ വിമാനത്തിൽ വാഷിംഗ്ടണിലേക്ക് പറന്നതായും ഇവിടെ റിപ്പോർട്ടുകളുണ്ട്. അതേസമയം സുരക്ഷാ കാരണങ്ങൾ കാരണമാണ് വിമാനം മാറിയതെന്ന റിപ്പോർട്ടുകൾ ട്രംപ് നിരാകരിക്കുകയാണ് ചെയ്തത്. എനിക്ക് എല്ലായ്പ്പോഴും ഭീഷണിയുണ്ട്. അവരുടെ പട്ടികയിലെ 1-ാം സ്ഥാനക്കാരൻ ഞാനായിരുന്നു എന്നതായിരുന്നു UK-യിൽ നിന്ന് പുറപ്പെട്ടതിന് പിന്നാലെ തന്നെ മാധ്യമങ്ങളോട് ട്രംപ് പ്രതികരിച്ചത്. UK-യിലെ RAF മിൽട്ടൺ ഹാളിൽ പുതിയ വിമാനം നിർത്തിയതിന്റെ കാരണവും ട്രംപ് വിശദീകരിച്ചു. അവിടെയുള്ള US സൈനികർക്ക് പുതിയ വിമാനം കാണാൻ വേണ്ടിയായിരുന്നു ഇതെന്നതാണ് ട്രംപ് പറഞ്ഞതായി തന്നെ ഇവിടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. US സൈനിക ഉദ്യോഗസ്ഥർ വിമാനത്തിന് ചുറ്റും നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പിന്നീട് പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഒരു ഇടവേളയ്ക്ക് ശേഷം അമേരിക്ക ആക്രമണം ഘടിപ്പിച്ചതിന് പിന്നാലെ തന്നെ സമാധാന കരാറിനായി തന്നെ ഇറാൻ യാചിക്കുന്നതായിട്ടാണ് ട്രംപ് പറയുന്നത്. ഇറാനെതിരെ നടത്തിയ തുടർച്ചയായ വ്യോമാക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചുകൊണ്ടാണ് ട്രംപ് ഇക്കാര്യം അവകാശപ്പെട്ടത്. നാറ്റോ ഉച്ചകോടിയിൽ നിന്ന് മടങ്ങുന്നതിനിടയിലാണ് ട്രംപ് മാധ്യമങ്ങളോട് സംസാരിച്ചതും. സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇറാൻ അമേരിക്കയെ ബന്ധപ്പെട്ടെന്നും സമാധാന കരാറിനായുള്ള താല്പര്യം അറിയിച്ചതായാണ് ട്രംപ് പറഞ്ഞത്. എന്നാൽ ഇറാന്റെ ഈ നിലപാട് വിശ്വസനീയമാണോ എന്ന കാര്യത്തിൽ തനിക്ക് സംശയമുണ്ട് എന്നും ട്രംപ് പ്രതികരിക്കുന്നുണ്ട്. ഇറാൻ അമേരിക്ക സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണത്തിന് മറുപടിയായാണ് പുതിയ സൈനിക നടപടി ആരംഭിച്ചതെന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. അതുമാത്രമല്ല, അവർ ആക്രമിച്ചതിന്റെ 20 മടങ്ങ് ശക്തിയിൽ തങ്ങൾ തിരിച്ചാക്രമിക്കുമെന്നും ട്രംപ് വെല്ലുവിളിച്ചു. ഈ പ്രസ്താവനയോടൊപ്പമാണ് ഇറാൻ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ട്രംപ് പങ്കുവച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് അമേരിക്ക വീണ്ടും ഇറാനെതിരെ വ്യോമാക്രമണം നടത്തിയത്. അതേസമയം അമേരിക്കൻ നടപടിക്ക് ശക്തമായ മറുപടി നൽകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷം വീണ്ടും രൂക്ഷമാകുമെന്ന ആശങ്ക പോലും ഇപ്പോൾ വലിയ രീതിയിൽ ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.